ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മയുടെ വിവരം അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അവിനോട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പേജിൽ. അങ്ങനെ ഒരുപാട് പേര് മെസ്സേജസും കണ്ടോലൻസ് മെസ്സേജസും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച മുതലാണ് മെസ്സേജസൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയുടെ മരണവിവരം അറിഞ്ഞ് വീട്ടിൽ വന്നവരോടും, അതുപോലെ തന്നെ അമ്മയുടെ മരണവിവരം അറിഞ്ഞ് വീട്ടിലെത്തിയവരോടും, അതുപോലെ തന്നെ മെസ്സേജസ് വഴി നിങ്ങളുടെ അതുപോലെ തന്നെ അമ്മയുടെ മരണവിവരം അറിഞ്ഞ് മെസ്സേജസ് അയച്ചവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല, കുറേ നാളുകളായിട്ട് അമ്മ കിടപ്പിലായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നൊരു പെട്ടെന്ന് സംഭവിച്ചതാണ്. കാരണം ആ തലേദിവസം വരെ നമ്മൾ കണ്ട്, ഇപ്പോൾ ഞാൻ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ റൂമിൽ, അപ്പോൾ അമ്മനെ കാണും, അതുപോലെ തന്നെ അച്ഛനോട് സംസാരിക്കും. അപ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. ഇതുപോലെ അച്ഛൻ പറഞ്ഞു അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തത് എല്ലാ പ്രാവശ്യവും ഇതേപോലെ എല്ലാ വർഷവും ഉണ്ടാവുന്നൊരു കാര്യമാണ്. പിന്നെ അമ്മ വീണ്ടും തിരിച്ചു വരും, ഞാൻ പോവും, കാണും, ഇതേപോലെ തന്നെ അമ്മനെ വീണ്ടും നടത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഈ വർഷവും അങ്ങനെ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ ഞാൻ പറയുക, നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ടവരുടെ വേർപാടെന്ന് പറയുന്നത് നമുക്ക് മാത്രം അതിൻ്റെ വേദന നമുക്കറിയുള്ളൂ. മറ്റുള്ള ഒരാളോട് കണ്ടോലൻസസ് എന്ന് പറയാറുണ്ട് ഞാൻ പലപ്പോഴും, അവരുടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള വേദന അത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ സ്വന്തം അമ്മ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവർ പോകുമ്പോൾ മാത്രമാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ അച്ഛൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിസംബർ 12 പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പോയി അമ്മനെ വീണ്ടും പൂർവ്വാധികം ശക്തിയാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരണം, നടത്തിക്കണം, നിങ്ങളെ മുന്നിൽ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം പോയപ്പോൾ എനിക്ക് അമ്മനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെ കിടക്കുന്ന രൂപത്തിൽ അമ്മനെ മറ്റുള്ളവർ കാണാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മയുടെ ഇഷ്ടം നമ്മൾ നോക്കിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളത് പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു, അമ്മ ഓക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ 2019 പോയപ്പോൾ അമ്മനെ ഞാൻ നടത്തിച്ചു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ നാൾ നന്നായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഈ സോഡിയം എന്താ പറയുക, ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും, അങ്ങനത്തെ പ്രോബ്ലം ആയിരുന്നു. അങ്ങനെയാണ് ഇഷ്യൂ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പം ആ സമയത്തൊക്കെ അപ്പോൾ നല്ല ഓർമ്മയുണ്ടായിരുന്നു, നല്ലവണ്ണം ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ രാവിലെ അച്ഛൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ചേട്ടനോട് വിളിച്ച് പറഞ്ഞിട്ട് ഡിസംബറിലത്തെ ടിക്കറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ രാത്രി പോവാം. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല അമ്മ പോകുന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ചെല്ലണം, എന്നെ കാണുമ്പോൾ ഓക്കെ ആവും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളൊരു ദൃഢമായൊരു ചിന്തയായിരുന്നത്. അപ്പോൾ അത് പിന്നെ ഇപ്പോഴത്തെ അറിയാമല്ലോ, കൊറോണ ആയതുകൊണ്ട് കൊറോണയുടെ RT-PCR ടെസ്റ്റ് ചെയ്യണം. അതിനോടിയപ്പോൾ അവിടെ അത്ര പെട്ടെന്ന് കിട്ടില്ല, റിസൾട്ട് പെട്ടെന്ന് ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ എമർജൻസി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതെല്ലാം കൊടുത്ത് തിരിച്ച് വന്ന് പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്താണ് വീട്ടിൽ നിന്നുള്ള കോൾ വരുന്നത്. അപ്പോൾ എന്താ ഞാൻ പറയുക, എനിക്കിപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എല്ലാവരും നമ്മൾ കസിൻസൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ലീവ് എടുത്ത് വന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ കണ്ടു. എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ഉണ്ടാവാൻ പറ്റില്ല എന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ CCTVയിൽ കൂടെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ടായിരുന്നു എന്ന്. പക്ഷേ വേണം. എൻ്റെ അമ്മയ്ക്ക് അറിയാം ഞാൻ കൂടെ ഉണ്ട്. അമ്മയുടെ അടുത്തുണ്ടായിരുന്നില്ല എന്നുള്ളൂ, പക്ഷേ അമ്മയുടെ കൂടെ ഞാനുണ്ട്, അത് അമ്മയ്ക്കറിയാം. അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റ് പിന്നെ എല്ലാവരും എന്നെ സമാധാനിപ്പിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലം കൊറോണ ആയിരുന്നു. ഇപ്പോഴും കൊറോണ ഉണ്ട്, അതല്ല, കഴിഞ്ഞ കൊല്ലം നമുക്ക് ഫ്ലൈറ്റ്സ് ക്യാൻസലായിരുന്നു, ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ആർക്കും ഇങ്ങനെ പറഞ്ഞ വീട്ടിലൊന്നും പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തായിരുന്നെങ്കിൽ നിനക്ക് നാട്ടിൽ പോകാൻ പറ്റില്ലായിരുന്നല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സമാധാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നി. പിന്നെ നമ്മൾ ഭൂമിയിൽ മരിക്കുന്നവർക്കല്ല, നമ്മളെല്ലാവരും ഒരു ദിവസം പോകേണ്ടവരാണ്. അമ്മയുടെ സമയം ഇതായിരുന്നു. അന്ന് നമ്മൾ മനസ്സിലാക്കാൻ സമയമെടുത്തു എനിക്ക്, അതാണ് ഉണ്ടായത്. ഇപ്പോൾ ഞാൻ ഒറ്റ മോളായതുകൊണ്ട് മേ ബി എന്താ പറയുക, ഒരു സിബ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഇത്രയും
വിഷമമുണ്ടാവില്ലായിരുന്നു എന്ന് തോന്നുന്നു. നമ്മളുടെ അമ്മയ്ക്ക് ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് 82 വയസ്സായിരുന്നു. 82 വയസ്സായാലും 50 വയസ്സായാലും 60 വയസ്സായാലും നമ്മളുടെ അമ്മ തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും പ്രായമായില്ലേ, കുഴപ്പമില്ല. അതെങ്ങനെയാണ് കുഴപ്പമില്ലാതിരിക്കുക. അപ്പോൾ എന്തായാലും അച്ഛനിപ്പോൾ ആദ്യം അച്ഛൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അച്ഛനിപ്പോൾ അവിടെ ആക്റ്റീവായതുകൊണ്ട് അച്ഛന് കോളേജും അതേപോലെ തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മുറിക്കുള്ളിൽ 4 ചുമരുകൾക്കുള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും, എനിക്ക് ആക്റ്റീവായിരിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നിർബന്ധിക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും ഇടയ്ക്ക് വരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജനുവരിയിൽ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അച്ഛനെ കൊണ്ടുവരണം, കുറച്ച് ദിവസം നിർത്തണം കൂടെ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എല്ലാ മാസവും ഞാൻ നാട്ടിൽ പോകാൻ വിചാരിക്കുന്നുണ്ട്. കൊറോണയൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മാസം പോയി അച്ഛനെ കാണണം, കുറച്ച് ദിവസം നിൽക്കണം, പോരണം. അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ എന്താ പറയുക, അവയാണ് ഈ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എനിക്ക് എന്താ പറയുക, എങ്ങനെയാണ് സത്യം പറഞ്ഞ വീഡിയോ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു, പക്ഷേ എനിക്ക് പറ്റണില്ല. ക്യാമറ പോലും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇനി തിരിച്ച് വരണം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. വിഞ്ചിച്ച് ഞങ്ങൾ ഉപേക്ഷിച്ചു എന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സമയത്തും എൻ്റെ കൂടെ നിന്നവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതായത് ഇപ്പോൾ 22 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ 22 ലക്ഷം പേരൊന്നും നമ്മുടെ കൂടെ നിന്നിട്ടില്ല. എങ്കിൽ പോലും കുറച്ച് പേരുണ്ടല്ലോ, ഹാർഡ് കോർ ആയിട്ടുള്ളവർ ദിവസം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വിനി ചേച്ചി ഭക്ഷണം കഴിച്ചോ, വിനി ചേച്ചി തളരരുത്, അല്ലെങ്കിൽ വിനി ചേച്ചിയുടെ കൂടെ ഞങ്ങളുണ്ട്, ഞങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക സന്തോഷം, ഒന്ന് റിലീഫായി തോന്നി. പിന്നെ കുറേ പേര് ഞാൻ പറയില്ല, നെഗറ്റീവ് കമൻസിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരുപാട്, കാരണം എനിക്കറിയാത്തവരാണ്, ഇതുവരെ മെസ്സേജ് അയക്കാത്തവരാണ് കുറേ പേര് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാരണം കൂടെ ഉണ്ട് വിനി ചേച്ചിയുടെ അല്ലെങ്കിൽ വീണയുടെ കൂടെ ഉണ്ട്, ഒരു അമ്മയായിട്ട് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ആൻറ്റിമാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്കൊരു എൻ്റെ അമ്മ ചെയ്ത പുണ്യം തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ വീണാസ് കറി വേൾഡിൻ്റെ മെയിൻ ആത്മാവെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ റെസിപ്പീസ് തന്നെയാണ്. അമ്മയുടെ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നാടൻ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെയും ജാൻ്റെ അമ്മയുടെ റെസിപ്പീസാണ് 90% നാടൻ റെസിപ്പീസ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരില്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ വീണ്ടും വീണ റെസിപ്പീസ് ചെയ്യണം, അമ്മയുടെ റെസിപ്പീസ് ലോകം കൂടി അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേരിങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തിരിച്ചു വരണം. അതുപോലെ തന്നെ ഒരു ആൻറ്റി എനിക്ക് മെസ്സേജ് അയച്ചാൽ എനിക്ക് ഒരുപാട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞത് നമ്മളെല്ലാവരും ലോകത്തുനിന്ന് വിട്ടുപോകേണ്ട ആൾക്കാരാണ്, ആണ് സത്യം. അപ്പോൾ വീണ മരിച്ചു പോയി കഴിഞ്ഞാലും വീണയുടെ മക്കൾ ജീവിക്കും. വീണയുടെ മക്കൾക്ക് ജോലി ഉണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ വീണ ഒരു ജോലിയായിരുന്നെങ്കിൽ വീണയ്ക്ക് 1 മാസം 2 മാസം മാക്സിമം ലീവ് എടുക്കാൻ പറ്റുള്ളൂ. വീണയ്ക്ക് ജോലിക്ക് പോയല്ലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് ജോലിയായിട്ട് കരുതുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിലോട്ട് തിരിച്ചു വരണം, ഒരു പാഷനായിട്ട് കണ്ടു. അപ്പോൾ അമ്മയ്ക്കും വീണ കരയുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മെസ്സേജൊക്കെ അയച്ചപ്പോൾ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു സത്യമാണ് അവർ പറയുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ വീണ്ടും വീഡിയോസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 2 വീഡിയോ ആണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് മനസ്സിൽ. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കാണണം. അമ്മയുടെ റെസിപ്പീസും അതുപോലെ തന്നെ ബാക്കിയുള്ള റെസിപ്പീസും കൂടുതൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ വേറൊരു ചാനലിനെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ ചിരിച്ച് കാണണമെന്നാണ് അമ്മ ആഗ്രഹിക്കാറുള്ളത്. അപ്പോൾ അമ്മയുടെ ആഗ്രഹം ഞാൻ പൂർണ്ണമായിട്ട് നിറവേറ്റി കൊടുക്കണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നതും. അമ്മ എപ്പോഴും പ്രൗഡാണ്, ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അമ്മ മുകളിലിരുന്ന് കാണുന്നുണ്ട്, അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അമ്മ. മറ്റൊന്ന് വെച്ചാൽ നാട്ടിൽ പോകണം അമ്മേനെ കാണാൻ. ഇപ്പോൾ എനിക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അമ്മ. ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അമ്മേനെ എനിക്ക് തോന്നിയിട്ടില്ല, അമ്മേനെ ഒരിക്കലും ഞാൻ പ്രായമായിട്ട് സ്വപ്നത്തിൽ വരാറില്ല. എൻ്റെ അമ്മ എപ്പോഴും ടീച്ചറായിട്ടുള്ള യങ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് നടക്കുന്ന അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അമ്മേൻ്റെ കൂടെ ഉണ്ട്, ഞാൻ വരും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നാളെ പറ്റിയെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് വരാം.
കരഞ്ഞു കൊളാക്കിയതിന് ക്ഷമിക്കുക. ഞാനൊരിക്കലും പറയും കുറേ പ്രാവശ്യത്തെ ട്രയലിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എനിക്ക് പറ്റണില്ല. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്ത പോലത്തെ ഒരു അവസ്ഥയാണ് ഞാനതുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഇനി വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്ന്. അപ്പോൾ ചില ആൾക്കാർ എന്നെ കളിയാക്കിയോ നിങ്ങളിപ്പോൾ അതൊരു എന്താ പറയുക സ്ട്രാറ്റജിയാണ്. നമുക്ക് സ്ട്രാറ്റജിയുടെ ആവശ്യമൊന്നുമില്ല മക്കളെ. നമ്മൾ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൂടുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി. എപ്പോഴും കൂടെ ഉണ്ടാവണം. ഒരുപാട് സ്നേഹം. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.